ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് കന്നഡയിൽ പുതിയതായിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള മാക്സ് എന്ന് പറയുന്ന കിച്ച സുദീപിന്റെ സിനിമയെ കുറിച്ചിട്ടാണ്. ബാദ്ഷാ കിച്ച സുദീപ് അങ്ങനെ പറയുന്നതിന് കാരണങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഈ പടം കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ഇങ്ങേരുടെ ഫാനാവാനുള്ള മെയിൻ രണ്ട് സിനിമ എന്ന് പറയുന്നത് ഒന്ന് ഈച്ചയിലെ പ്രകടനവും അതുപോലെ തന്നെ കുട്ടിഗൊബ്ബ 2 എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഇതിനു മുമ്പ് ഇറങ്ങിയ ഒരു ഹേസ്റ്റ് പടമാണ്. ഞാൻ തമിഴിലാണ് ആ ഒരു സിനിമ കാണുന്നത്. MIP മുടിഞ്ചാൽ ഇവനെ പുടി എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയായിട്ട് അത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് വർഷങ്ങളായി, ഞാൻ +1 ഒക്കെ പഠിക്കുന്ന സമയത്തും കണ്ടാണ്. ആ സമയം മുതൽക്ക് ഇങ്ങനത്തെ ഒരു ആരാധകൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ CCL ക്രിക്കറ്റിൽ ഇവരുടെ ടീം അത്രയ്ക്ക് എൻ്റർടൈനറായിട്ടുള്ള ഒരു ടീമും അതുപോലെ തന്നെ പേഴ്സണും കൂടിയാണ് ഇങ്ങനെ. ഈ ഒരു സിനിമ ഇവിടെ റിലീസില്ല എന്ന് കേട്ടപ്പോൾ കുറച്ച് വിഷമമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ 1-ാം തീയതി മുതൽ മലയാളത്തിൽ ഇവിടെ റിലീസ് ചെയ്തു. അതിലും തൃശ്ശൂർ ഇനോക്സിൽ മാത്രമാണ് ഈ ഒരു സിനിമ കളിച്ചിട്ടുണ്ടായിരുന്നത്. അതും സെക്കൻഡ് ഷോ പോയിട്ട് രാത്രി 10 മണിക്കും 10:30ക്കൊക്കെ ആയിരുന്നു ഷോ കിട്ടുന്നുണ്ടായിരുന്നത്. അതിൽ ഇന്നലെ മിനിഞ്ഞാന്ന് 9:40 ഷോയ്ക്ക് ഞാൻ പോയി കണ്ടു. ഇന്നലെ വേറെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ പടത്തിനെ കുറിച്ച് പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ പടം ഓൾറെഡി കന്നഡയിൽ ബ്ലോക്ക് ബസ്റ്റർ തേരോട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെയാണ് മലയാളത്തിലേക്ക് അല്ലെങ്കിൽ കേരളത്തിൽ ഇവിടെ റിലീസ് ഉണ്ടാകുന്നത്. തമിഴിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 3 പേര് പറയണം. ഒന്ന് ഞാൻ പറഞ്ഞപ്പോൾ കിച്ച സുദീപ് നമ്മുടെ നായകനാണ്. വിജയ കാർത്തികേയ എന്ന് പറയുന്ന ആളാണ് ഡയറക്ടർ. അതുപോലെ അജനീഷ് ലോകനാഥ് എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ. ഈ 3 പേരും വൻ കിടു പരിപാടിയാണ് ചെയ്തു വെച്ചേക്കുന്നത്. ഈ ഒരു സിനിമയുടെ കഥ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു രാത്രി നടക്കുന്ന കഥ, അത്ര അങ്ങനെ പറയാനുള്ളതേ ഉള്ളൂ. എന്നാൽ അത്യാവശ്യം വലിപ്പത്തിൽ പറയേണ്ട ഒരു സംഭവമാണ്. അതായത് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ നിറഞ്ഞിട്ടുള്ള, അപ്പം നമ്മൾ എല്ലാവരും പറഞ്ഞു കേട്ടു കൈദി പോലെ എന്നുള്ളത്. കൈദിയായിട്ട് ഇതിന് സാമ്യം എന്ന് പറയുന്നത് ഈ ഒരു രാത്രി നടക്കുന്ന ഒരു കഥ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ മേക്കിംഗ് സ്റ്റൈലാണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ട്വിസ്റ്റുകളൊക്കെ വെച്ചിരിക്കുന്നതൊക്കെ ആണെങ്കിലും ഒന്നും കൈദിയായിട്ട് ഒരു റിസംബ്ലൻസോ ഒരു കാര്യങ്ങളും ഇല്ല. ഇതിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ട്വിസ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല, ടേൺസ് ഉണ്ട്. ഈ ഒരു പ്ലോട്ടിനകത്ത് ഒരുപാട് ടേൺസ് ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ കഥകൾ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം എൻഗേജ് ചെയ്ത് ഇരുത്തിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് മാക്സ് എന്ന് പറയുന്നത്. ഈ ഒരു ക്യാരക്ടറിനെ കുറിച്ച് അർജുൻ മഹാക്ഷി അങ്ങനെ എന്തോ ആണ് ഇങ്ങരുടെ പേര് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഒരു പവർ ഉണ്ട്. 5 or 6 ആക്ഷനും കണ്ടുണ്ട്. ഈ 6 അടിയും തീപ്പൊരി സാധനമാണ്. അടി എന്നൊക്കെ പറഞ്ഞാൽ പറമ്പൻ അടി. ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അടി നമുക്ക് ഫീൽ ചെയ്യും. കാരണം അമ്മാതിരി ഒരു സെറ്റപ്പാണ് ഇങ്ങനെ കാണാനായിട്ട് ഈ ഒരു സിനിമയ്ക്കകത്ത്. അത്യാവശ്യം കൈയൊക്കെ നല്ല ഊക്കം കൈയാണ് ഇങ്ങനെ. ഗംഭീരമായിട്ട് ആക്ഷൻ കൊറിയോഗ്രാഫിയും ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം അജനീഷിന്റെ കുറെ സ്കോറുകളുണ്ട്. മോനെത്തി ഈ സാധനം. കാരണം എന്താ വെച്ചാൽ ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പടം കാണുന്നത് ഇനോക്സിലാണ്. എനിക്ക് ഇനോക്സ് തിയേറ്ററിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. നല്ലൊരു സൗണ്ട് സിസ്റ്റം, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പെരിങ്ങോട്ടുകര ദേവ അല്ലെങ്കിൽ വി ബി മാളിലെ ഫസ്റ്റ് സ്ക്രീന് ഇവിടെ നിന്നൊക്കെ പടം കണ്ടിരുന്നു വെച്ചാൽ ഒന്നും കൂടി ഇഷ്ടപ്പെട്ടനെ. കാരണം സ്കോറിങ് പൊളിയാണ്. പൊളി എന്നൊക്കെ പറഞ്ഞാൽ പൊളി. അതുപോലെ ഇങ്ങേരുടെ ആറ്റിറ്റ്യൂഡ്, മിക്കവാറും എല്ലാ പടത്തിലും ആറ്റിറ്റ്യൂഡ് ഇട്ട് പൊളിക്കുന്ന ആളാണ്. ഈ പടത്തിലും അങ്ങനെ തന്നെയാണ്. ഒരു സസ്പെൻഷൻ കിട്ടി നിൽക്കുന്ന ഒരു പോലീസുകാരൻ നാളെ രാവിലെ ചാർജ് എടുക്കാൻ വേണ്ടി വരികയാണ്. ഇപ്പോൾ ഈ തലേ ദിവസം തന്നെ ഇങ്ങേർക്ക് പോലീസ് സ്റ്റേഷനിൽ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ആ ഒരു സാഹചര്യത്തെ തുടർന്നിട്ട് ഉണ്ടാവുന്ന കുറച്ച് സംഭവങ്ങളാണ് ഈ ഒരു സിനിമ സംസാരിക്കുന്നത്. ഗംഭീര സാധനം. നമ്മളെ എന്താ പറയുക, പ്യുവർ എൻ്റർടൈനർ എന്നൊക്കെ പറഞ്ഞാൽ പ്യുവർ എൻ്റർടൈനറാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. ലോജിക്കുകളൊന്നും നിങ്ങൾ നോക്കണ്ട. അല്ലാതെ നിങ്ങളൊരു മാസ് എൻ്റർടൈനർ കാണാൻ, ഇപ്പോൾ പുഷ്പയൊക്കെ കണ്ട പോലെ അങ്ങനെയൊക്കെ ഇരുന്ന് കാണാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ ഒരു തിയേറ്ററിക്കൽ സ്റ്റഫ് തന്നെയാണ് ഈ ഒരു സിനിമ. ഇതിനപ്പുറത്തേക്ക് ഈ ഒരു സിനിമയെ കുറിച്ചിട്ട് ഒന്നും പറയാനില്ല. കാരണം എന്താ വെച്ചാൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എന്താ പറയുക, സ്പോയിലായി പോകും. പിന്നെ പറയാനുള്ള പെർഫോമൻസ്. ഇപ്പോൾ ഒന്ന് കിച്ച സുദീപിനെ ഞാൻ പറഞ്ഞു. ഇളവരസ് എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് ആക്ടർ ഈ ഒരു സിനിമയിലുണ്ട്. ഒരു കോൺസ്റ്റബിൾ ആയിട്ട് പറയുന്നത്. അയാൾ റിട്ടയർ ആവാൻ പോവാണ് പിറ്റേ ദിവസം. ഇങ്ങേര് ചാർജ് എടുക്കലും ഇങ്ങേര് റിട്ടയർ ആവലും പിറ്റേ ദിവസമാണ്. അങ്ങേരുടെ പെർഫോമൻസ് അടിപൊളിയാണ്. അതുപോലെ തന്നെ വരലക്ഷ്മിയുടെ ആറ്റിറ്റ്യൂഡ് സൂപ്പറായിട്ടുണ്ട്. ക്യാരക്ടർ നല്ല രസമായിട്ടുണ്ട്. അവരിങ്ങനത്തെ ക്യാരക്ടർ ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ തെലുങ്കിലുള്ള സുനിൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എപ്പോഴും മിക്കവാറും റൗഡി പരിപാടിയൊക്കെ പിടിച്ചു വരുന്ന ആ പുള്ളിക്കാരൻ, ആളും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വന്നവരും പോയവരൊക്കെ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്തവർ വരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പ്യുവർ എൻ്റർടൈനർ എന്നതിനപ്പുറത്തേക്ക് വേറെ ഒന്നും നിങ്ങൾ കുറേ പച്ചയിലൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നും പോകണ്ട. ഒരു മാസ് എൻ്റർടൈനർ സിനിമകൾ ആസ്വദിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സിനിമയ്ക്ക് പോയാൽ മതി. ഞാൻ അങ്ങനെ പറയുള്ളൂ. ഈ ഒരു സിനിമ 16 വയസ്സിന് മുകളിലുള്ളവർക്കേ കാണാൻ പറ്റുള്ളൂ എന്ന് അങ്ങനെ എന്തൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല അതിന് എത്രത്തോളം റെസ്ട്രിക്ഷൻ ഉണ്ടെന്നൊക്കെ. പക്ഷേ എന്തായാലും
ഒരുപാട് എന്താ പറയുക വെട്ടി വീശുക എന്നൊക്കെ പറയില്ല, അത്തരത്തിലുള്ള കുറേ പരിപാടികളുണ്ട്. നല്ല കിണ്ണൻ അടികളാണ് എല്ലാം, കിൻഡൽ അടി എന്നൊക്കെ പറയില്ല, അതുപോലത്തെ സാധനങ്ങളാണ്. ഇതൊക്കെ കാണാൻ 16 വയസ്സിന് മുകളിലേക്ക് പോകണമെന്നൊന്നും പറയുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നൊന്നുമില്ല. പക്ഷെ കൊള്ളാം, നൈസ് പരിപാടിയാണ്. ഈ പടം കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും തിയേറ്ററിൽ തന്നെ കാണുക. ഇത് OTT വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നറിയില്ല, പക്ഷെ OTT വരുമ്പോഴും വലിയ കുഴപ്പമൊന്നും പറയാൻ സാധ്യതയൊന്നുമില്ല. പക്ഷെ ഇത് ഈ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഒരു ഒന്നൊന്നര പൊളി തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, മാസ് എന്റർടൈനർ എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ച് നിങ്ങൾ ഈ ഒരു സിനിമ പച്ചലയും അല്ലെങ്കിൽ പ്രകൃതിയൊന്നും വിചാരിച്ചിട്ടൊന്നും ആരും പോകുന്നും വേണ്ട. ഇങ്ങേരുടെ പടങ്ങൾക്ക് തീരെയും പോകണ്ട. സോ എന്തായാലും കണ്ടിട്ടുള്ളവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നിരുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കാതിരിക്കുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.